കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. 2021 ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒരു വർഷക്കാലത്തെ 27 നക്ഷത്രങ്ങളുടെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് പൂർവിക സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടതായ ഒരു സാഹചര്യങ്ങൾ വന്നു ചേരുന്നുണ്ട്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു സാധ്യതയും വന്നു ചേരുന്നുണ്ട്. ആഗ്രഹങ്ങൾ സാധിക്കും. വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹങ്ങൾ സാധിക്കും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കല്യാണമോ സഹോദരങ്ങളുടെ കല്യാണമോ അല്ലെങ്കിൽ ഏതെങ്കിലും പിറന്നാളോ മറ്റു കാര്യങ്ങളോ ഒക്കെ വിവാഹ നിശ്ചയം ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. കടം വാങ്ങേണ്ടതായിട്ട് ധാരാളം കടം വാങ്ങേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ, സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരിക്കും. വ്യവസായശാലകളിലെ തൊഴിൽ പ്രശ്നങ്ങൾ രൂക്ഷം ചെയ്യുകയും ശനി നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശനീശ്വര പരിഹാരങ്ങൾ, ശനീശ്വര പൂജകൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് നിവൃത്തി വരുത്തേണ്ടതാണ്. അശ്വതി നക്ഷത്രക്കാര്. ഭരണി നക്ഷത്രം 2021 സെപ്റ്റംബർ ഭരണി നക്ഷത്രം ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വൻ വിജയങ്ങൾ ഉണ്ടാകുന്നതാണ്. ആഭരണങ്ങളോ ഗ്രഹോപകരണങ്ങൾക്കോ വേണ്ടി നിങ്ങൾ പണം ചെലവഴിക്കുന്നതും ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതാണ്. നിങ്ങൾ സഹോദരങ്ങളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതകൾ വരുന്നുണ്ട്. കുറെ കാലത്തെ പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം സാധിക്കുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്ത്, ഉന്നത വിദ്യാഭ്യാസ രംഗവുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് വിദ്യാഭ്യാസ രംഗത്ത് നല്ല ഉയർച്ച ഉണ്ടാകുന്നതാണ്. കച്ചവട സ്ഥാപനങ്ങളിൽ പലവിധ പ്രശ്നങ്ങൾ ഉദയം ചെയ്യുന്നതാണ്. പുതിയ ബിസിനസ്സിൽ നിങ്ങൾക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യുകയോ പണം മുടക്കി നിങ്ങൾ ബിസിനസ് ആരംഭിക്കുകയോ ചെയ്യും. ലോണുകളോ മറ്റ് ക്രെഡിറ്റ് സൗകര്യങ്ങളോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എടുക്കേണ്ടതാ എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. പ്രേമ കാര്യങ്ങൾ വിവാഹത്തിൽ കലാശിക്കുന്നതാണ്. നിങ്ങൾ ഭരണി നക്ഷത്രം മേടക്കൂറിൽപ്പെട്ട ഭരണി നക്ഷത്രക്കാര് ശനിയും വ്യാഴവും നിങ്ങൾക്ക് അനുകൂലമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷ സമ്മിശ്രമായിട്ട് വരുന്നത് കൊണ്ട് അതിനുള്ള യഥാവിധി പരിഹാരങ്ങളോ പൂജകളൊക്കെ ചെയ്ത് യഥാനിവൃത്തി വരുത്തിക്കൊള്ളേണ്ടതാകുന്നു. 2021 കാർത്തിക നക്ഷത്രം ഈ ഒരു വർഷക്കാലത്തെ ഫലം. നക്ഷത്രക്കാർക്ക് കർമ്മഗുണം, കാർത്തിക നക്ഷത്രക്കാർക്ക് കർമ്മഗുണം, ആരോഗ്യ പ്രശ്നങ്ങൾ ഉദയം ചെയ്തേക്കാം. ബിസിനസ്സുകാർക്ക് പുതിയ ബിസിനസ് തുടങ്ങാൻ ആരംഭിക്കുകയും സർക്കാർ ഇടപെടലുകൾ, നികുതിയുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ഇടപെടലുകൾ കാർത്തിക നക്ഷത്രക്കാർക്ക് വരുന്നതാണ്. ബിസിനസ്സുകാർക്ക് മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ശത്രുക്കൾ നിങ്ങളെ നിരന്തരം ശല്യം ചെയ്യുന്നതും ശത്രുക്കൾ നിങ്ങൾക്ക് ശല്യമായി മാറുന്ന അവസ്ഥകൾ നിങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ ശല്യം ഒഴിവാകുന്നതിന് വേണ്ടി നിങ്ങൾ യഥാവിധി പരിഹാരങ്ങളോ പൂജകളോ പ്രാർത്ഥനകളോ ഒക്കെ ചെയ്യേണ്ടതാണ്. ഭക്ഷണ കാര്യത്തിലും വസ്ത്രത്തിലും നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ ഉണ്ടാകുന്നതാണ്. പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ളൊരു സാധ്യതകളും വന്നു ചേരുന്നുണ്ട്. കൃഷിയിൽ നിന്ന് ആദായം പ്രതീക്ഷിക്കാം. ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കും. വർഷമധ്യത്തോടുകൂടി ജോലി ലഭിക്കുന്നതും വർഷ അവസാനത്തോടുകൂടി നിങ്ങൾ കടം തീർക്കാനായിട്ട് പല മാർഗങ്ങളും അവലംബിക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. രോഹിണി നക്ഷത്രക്കാർക്ക് എല്ലാ പ്രവർത്തന രംഗത്തും കാര്യനിർവഹണ ശേഷി ഉണ്ടായിരിക്കുന്നതാണ്. പ്രശ്നങ്ങളെ നിങ്ങൾ വളരെ സന്തോഷത്തോടെ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ട്രാവലിംഗ് ഏജൻസികളൊക്കെ നടത്തുന്നവർക്ക് ഈ ഒരു വർഷക്കാലം നല്ല ഒരു വരുമാനവും പ്രതീക്ഷിക്കാം. പൂട്ടിക്കിടക്കുന്ന ട്രാവലിംഗ് ഏജൻസികളൊക്കെ തുറന്ന് പ്രവർത്തിക്കാനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങാനിട വരുന്നുണ്ട്. വിദേശ ജോലിക്ക് കാത്തിരുന്നവർക്ക് അതിനുള്ള അവസരം സംജാതമാകുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകളും വന്നു ചേരുന്നുണ്ട്. വിദേശ വ്യാപാരം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതിന് സാധിക്കുന്നതാണ്. ക്രെഡിറ്റ് സൗകര്യങ്ങളോ ലോണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് ഈ രോഹിണി നക്ഷത്രക്കാർക്ക്. ജാതകം പരിശോധിച്ച് നിങ്ങൾ യഥാവിധി നിങ്ങളുടെ അപഹാരം ഏതാണെന്ന് നോക്കി ദശാനാഥനും ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ അതിന് വേണ്ട വഴിപാടുകൾ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതാണ്. മകീര നക്ഷത്രം കുടുംബത്തിലെ സുഖവും സമാധാനവും ഉണ്ടാകുന്നതാണ്. പുതിയ ജോലി നിങ്ങൾക്ക് ഏറ്റെടുക്കാനും പുതിയ ജോലിയിൽ പ്രവേശിക്കാനുമുള്ള അവസരം വരുന്നുണ്ട്. സാമൂഹിക രംഗത്തുള്ളവർക്ക് പ്രശസ്തി പ്രതീക്ഷിക്കാം. യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നതാണ്. ഷെയർ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് ആദായം ലഭിക്കാം. ആവശ്യമില്ലാത്ത കാര്യത്തിന് മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ ഒരു തർക്കത്തിലേർപ്പെടുകയോ അതിനുവേണ്ടി ശ്രമിക്കുകയോ നിങ്ങൾ ചെയ്യരുത്. വാഹനാപകടത്തിനുള്ളൊരു യോഗം നിങ്ങൾക്ക് ഈ ഒരു വർഷം കാണുന്നുണ്ട്. അതുകൊണ്ട് യഥാവിധി പ്രാർത്ഥനയും വഴിപാടും പൂജയൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ദോഷഫലങ്ങളെയൊക്കെ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ശനി അഷ്ടമത്തിലും ജന്മ ഇതിലുമായതുകൊണ്ട് നിങ്ങൾക്ക് ദോഷങ്ങൾ കൂടി വരാൻ സാധ്യതകളുണ്ട്.
തിരുവാതിര നക്ഷത്രം 2021 തിരുവാതിര നക്ഷത്രക്കാർക്ക് അപവാദങ്ങള്, ചീത്ത പേരുകള് കേൾക്കാൻ പാത്രമാകുന്നുണ്ട്. നിങ്ങൾ അപവാദങ്ങൾ കേൾക്കാനുള്ള ഒരു അവസരം വന്നു ചേരുന്നുണ്ട്. പുതിയ വാഹനമോ വീടോ ഒക്കെ വാങ്ങിക്കാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. അവ നിങ്ങളുടെ അധീനതയിൽ വരുന്നുണ്ട്. ജോലിയിൽ അംഗീകാരമോ പ്രമോഷനോ സ്ഥലം മാറ്റമോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാം. ഭാര്യയുടെ സ്വത്ത് നിങ്ങൾക്ക് കൈവശം വരുന്നു ചേരുന്നതാണ്. ഭാര്യയുടെ സ്വത്ത് ഇതുവരെ നിങ്ങൾ ലഭിക്കാതിരുന്നവർക്ക് അത് ലഭിക്കുന്നതാണ്. പല രംഗങ്ങളിലും പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. കുടുംബത്തിൽ ഒരു ബന്ധുവിന്റെ മരണം, വിയോഗം നിങ്ങൾക്ക് ദുഃഖഹേതുവാകുന്നതാണ്. ബിസിനസ് രംഗത്ത് നല്ല അഭിവൃദ്ധി നിങ്ങൾക്ക് ഈ വർഷം പ്രതീക്ഷിക്കാം. മനസ്സിനും ശരീരത്തിനും ഉന്മേഷം കാണപ്പെട്ടു എന്ന് വരുന്നതല്ല. പല കാരണങ്ങൾ കൊണ്ടും മനസ്സ് എപ്പോഴും വ്യാകുല ചിന്തകളും അസ്വസ്ഥമായിരിക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പുണർദം നക്ഷത്രം സ്വന്തം അഭിപ്രായത്തിന് ആദരവ്, അംഗീകാരം ലഭിക്കുന്ന ഒരു കാലയളവാണ് ഈ ഒരു വർഷക്കാലം. അത്ഭുതപൂർവമായ വാഹനാപകടത്തിൽ നിന്ന് നിങ്ങൾ അത്ഭുതപൂർവമായിട്ട് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി, സൽപ്രവർത്തികൾക്ക് വേണ്ടി നിങ്ങൾ സമയം മാറ്റിവെക്കുന്നതാണ്. ഗ്രഹത്തിൽ സ്വസ്ഥതയും സമാധാനവും കൈവരിക്കുന്നതാണ്. വീട് വിട്ട് താമസിക്കേണ്ട ഒരു സാഹചര്യവും ഈ പുണർദം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നുണ്ട്. ജോലിയിൽ സ്ഥലം മാറ്റമോ സ്ഥാനക്കയറ്റമോ സ്ഥാനഭ്രംശമോ നിങ്ങൾക്ക് സംഭവിക്കാം. യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ്. ഇതുവരെ വിവാഹം നടക്കാത്ത യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നതാണ്. ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നത് വളരെ നന്നായിരിക്കും. നിങ്ങളുടെ ജാതകവും കൂടെ പരിശോധിച്ച് ദശാനാഥനും കൂടെ അനുകൂലമാണോ എന്നുകൂടെ നോക്കി നിങ്ങൾ അതിന് നിവൃത്തി വരുത്തിക്കൊള്ളേണ്ടതാകുന്നു ഈ ഒരു വർഷക്കാലം. പൂയം നക്ഷത്രത്തിൽപ്പെട്ട ബിസിനസ്സുകാർക്ക് അവരുടെ ബിസിനസ്സിൽ സർക്കാർ നികുതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇടപെട്ട് നിങ്ങൾക്ക് കേസോ മറ്റു കാര്യങ്ങളോ വരികയും അതിൽ നിന്ന് നിങ്ങൾക്ക് ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. പൂയം നക്ഷത്രക്കാർക്ക് കോടതി സംബന്ധമായിട്ട് കേസുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തിക നിലയിൽ ഉയർച്ചയുണ്ടാകാം. എങ്കിൽ തന്നെയും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ജാഗ്രതയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. ഇത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന തോന്നലുകൾ നിങ്ങളെ പിന്നീട് അലട്ടിക്കൊണ്ടിരിക്കും. പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും നിങ്ങൾക്ക് അനുകൂലമായ ഒരു മാറ്റം ഉണ്ടാകാം. പല കാര്യങ്ങളിലും നിങ്ങളുടെ അശ്രദ്ധ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിക്കുന്നതാണ്. ജോലിയിൽ അതീവ ജാഗ്രതയോടെ നിങ്ങൾ ശ്രദ്ധിച്ച് ജോലി ചെയ്തില്ലെങ്കിൽ അത് ജോലി നഷ്ടപ്പെടാനോ ജോലി സസ്പെൻഷനോ നിങ്ങൾക്ക് സംഭവിക്കാം. ഭാര്യയുമായിട്ടുള്ള പിണക്കം കൊണ്ട് നിങ്ങൾക്ക് സംശയദൃഷ്ടി ഉദയം ചെയ്തേക്കാം. എല്ലാ കാര്യത്തിലും ഒരു അലസത നിങ്ങൾക്ക് തോന്നുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ധനം വർഷാവസാനത്തോടുകൂടി നിങ്ങൾക്ക് ധനവരവ് നല്ലതുപോലെ കാണപ്പെടുന്നുണ്ട്. ശത്രുക്കളൊക്കെ മിത്രങ്ങളായിട്ട് മാറുകയും രോഗം മൂർച്ഛിച്ച് ആശുപത്രിവാസത്തിനും യോഗം കാണുന്നു. ആയില്യ നക്ഷത്രം എല്ലാ രംഗങ്ങളിലും കൂടുതൽ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു ഉത്സാഹം, ഒരു ഉന്മേഷം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ഭൂമി, വാഹനം എന്നിവ വാങ്ങാനുള്ള അവസരം വന്നു ചേരുന്നുണ്ട്. ലോട്ടറി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ളൊരു സാധ്യത ഈ ഒരു വർഷത്തിൽ കാണുന്നു. ലോട്ടറി എടുത്താൽ തീർച്ചയായിട്ടും അത് അടിക്കുന്ന ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ 2021 വർഷക്കാലത്തിൽ ഗവൺമെന്റിൽ നിന്നുള്ള പല അംഗീകാരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മനസ്സിന് ഉന്മേഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ ഇടവരികയും ഇത്രയും കാലം സമാധാനമായിരുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഇത് പെട്ടെന്ന് ചെയ്തു തീർക്കണം എന്നുള്ളത്. നിങ്ങൾ പൂർത്തീകരിക്കാൻ മടിച്ചുകൊണ്ടിരുന്ന പണികളൊക്കെ നിങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് തമ്മിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നു. ആയില്യ നക്ഷത്രക്കാർക്ക് ശനി 4-ൽ ആയതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ കാര്യങ്ങൾ പരിശോധിച്ച് ശനീശ്വര ഭഗവാനെ പ്രീതിപ്പെടുത്തേണ്ടതും നിങ്ങളുടെ ദോഷാധിക്യങ്ങൾ കുറയുന്നതിന് വേണ്ടി യഥാവിധി വഴിപാടുകളൊക്കെ ചെയ്തു പോരേണ്ടത് അത്യാവശ്യമാണ്. മകം നക്ഷത്രക്കാർക്ക് വ്യാഴം 6-ൽ ആയതുകൊണ്ട് രോഗ അവസ്ഥയും ഭയം, ബുദ്ധിമുട്ട്, രോഗം, കടം ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. ഉന്നതരിൽ നിന്ന് പല സഹായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ്. വിവാഹ നിശ്ചയം എന്നിവയൊക്കെ സാധിക്കുന്നതാണ്. ഭാര്യ മുഖേന നിങ്ങൾക്ക് പല നേട്ടങ്ങളും സമ്പത്തും കൈവരുന്നതാണ്. ജോലിയിലെ കൂടുതൽ ശുഷ്കാന്തി കാണിക്കുന്നത് നന്നായിരിക്കും. വ്യാപാരത്തില് കനത്ത നഷ്ടം നിങ്ങൾക്ക് സംഭവിക്കുന്നു. ബിസിനസ്സിൽ കനത്ത നഷ്ടം ഈ സമയത്ത് സംഭവിക്കുന്നതാണ്. ഡോക്ടർമാര്, വക്കീലന്മാര്, അധ്യാപകർ, ഈ മേഖലയിലുള്ളവർക്കൊക്കെ
പേരും പ്രശസ്തിയും അംഗീകാരവും വർദ്ധിക്കുന്നതാണ്. ഉദര സംബന്ധമായ രോഗത്തിന് ചികിത്സ നേടേണ്ടത് അത്യാവശ്യമാണ്. ബിസിനസ് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. വ്യാഴം നിങ്ങൾക്ക് അനുകൂലമല്ല എന്ന് വരുന്നതിനാൽ നിങ്ങൾ അത് കൂടുതൽ ശ്രദ്ധയോടുകൂടി ശത്രുഭാവത്തിലായതുകൊണ്ട് അതിനെ കൂടുതൽ അനുകൂലത്തിലാക്കാൻ വേണ്ടി കൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭാഗ്യസൂക്തം പാരായണം ചെയ്യുകയും ഭാഗ്യസൂക്ത മന്ത്രം എല്ലാ ദിവസവും ജപിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. ഉഗ്ര നരസിംഹമൂർത്തി മന്ത്രം നിങ്ങൾ നിത്യവും പാരായണം ചെയ്യുന്നത് വളരെ ശത്രുദോഷത്തിനും മറ്റു രോഗാദി ദുരിതങ്ങൾക്കും ഒരു ശമനം വരുന്നതിന് നല്ലതാണ്. പൂരം നക്ഷത്രം ഈശ്വരാരാധന കൊണ്ട് മനസ്സിന്റെ അസ്വസ്ഥതകൾ കുറയുന്നതാണ്. മനസ്സ് അസ്വസ്ഥമാകുന്ന സമയത്ത് ഈശ്വരാരാധനകളോ നാമജപങ്ങളോ നിങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങളിപ്പോൾ ഉപയോഗിക്കേണ്ടത് നാമജപങ്ങളും ഈശ്വരാരാധനയും ഈശ്വരാധീനവും വരുത്തേണ്ടതാണ്. അയൽക്കാരുമായിട്ട് കലഹത്തിന് സാധ്യത കാണുന്നു. നവീന ഗ്രഹോപകരണങ്ങൾ വാങ്ങുന്നതും മനസ്സ് എല്ലായ്പ്പോഴും അനാവശ്യമായിട്ട് ഇങ്ങനെ അസ്വസ്ഥമാകുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് വരുന്നുണ്ട്. നേത്രരോഗം പിടിപെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ആനുകൂല്യം പ്രതീക്ഷിക്കാം. പക്ഷെ എങ്കിൽ തന്നെയും ചില ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് കിട്ടാൻ കാലതാമസം നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ഹൃദ്രോഗം, രക്തസമ്മർദ്ദം ഈ രോഗമുള്ളവർക്ക് ഇത് മൂർച്ഛിക്കാനുള്ള അവസരവും ആശുപത്രി വാസത്തിനും യോഗം കാണുന്നു. തൊഴിൽ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ആഗ്രഹ പൂർത്തീകരണത്തിന് അശ്രാന്ത പരിശ്രമം തന്നെ വേണ്ടിവരും. രോഗാവസ്ഥയ്ക്ക് ഒരു ശമനം കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നതും നരസിംഹമൂർത്തി മന്ത്രം ജപിക്കുന്നതും നരസിംഹമൂർത്തി യന്ത്രം നിങ്ങൾ രക്ഷയായി ശരീരത്തിൽ ധരിക്കുന്നതും നല്ലതാണ്. ഉത്രം 2021 ഒരു വർഷക്കാലത്തെ ഫലത്തില് ഉത്രം നക്ഷത്രം വിദ്യാഭ്യാസത്തിൽ ഉയർച്ച കാണുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയും വന്നു ചേരുന്നുണ്ട്. വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. ഈ വർഷം പകുതിയോടുകൂടി നിങ്ങളുടെ സാമ്പത്തികം മെച്ചപ്പെടുകയും സ്ത്രീകൾക്ക് ഗർഭാശയവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ ഒക്കെ സാധ്യതകളും വന്നു ചേരുന്നുണ്ട്. സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂല നടപടികളൊക്കെ പ്രതീക്ഷിക്കാം. വിദേശ വ്യാപാരത്തിന് പറ്റിയ സമയം തന്നെയാണ്. കൂട്ടുകച്ചവടത്തിൽ നിങ്ങൾക്ക് നഷ്ടം പ്രതീക്ഷിക്കാം. ആത്മീയമായ ചിന്ത മനസ്സ് വ്യാപരിക്കുകയും ആത്മീയ ചിന്തയിൽ മനസ്സ് വ്യാപരിക്കുകയും അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് മനസ്സ് സ്വസ്ഥമാകുന്ന ഒരു സാഹചര്യം വന്നു ചേരുന്നുണ്ട്. ഭൂമി, വാഹനം, വീട് നിങ്ങൾക്ക് സ്വന്തമാകുന്നതാണ്. എല്ലാ ഇന്റർവ്യൂകളിലും മറ്റ് തലത്തിലും നിങ്ങൾക്ക് വിജയം കൈവരിക്കാനും സാധിക്കുന്നതാണ്. അത്തം നക്ഷത്രക്കാർക്ക് 2021 ഈ ഒരു വർഷക്കാലം പ്രതിസന്ധികളെ നേരിടാനുള്ള കഴിവ് ആർജിക്കാൻ സാധിക്കുന്നതാണ്. വ്യാപാര സംരംഭം തുടങ്ങാൻ, ബിസിനസ് തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ വരുന്നുണ്ട്. നേരത്തെ എങ്ങോ കൊടുത്തു വച്ചിരിക്കുന്ന പണം, കടം കൊടുത്ത പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകും. ഇതുവരെ വിവാഹം നടക്കാതിരുന്ന യുവജനങ്ങളുടെ കാര്യത്തിൽ വിവാഹ കാര്യത്തിൽ തീരുമാനമാകും. ജനങ്ങളുടെ ഇടയിൽ രാഷ്ട്രീയക്കാർക്ക് പ്രശസ്തിയും അംഗീകാരവും വർദ്ധിക്കുന്നതാണ്. ഉദ്യോഗത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. ഈ നക്ഷത്രക്കാർക്ക് സർക്കാർ ഇടപെടലുകൾ നിങ്ങളുടെ ബിസിനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വളരെ ജാഗ്രത ഉണ്ടാകേണ്ടതാണ്. ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ അത്യാവശ്യമായി വരുന്നതാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് വ്യാപാരത്തിൽ നിന്ന് വേണ്ടത്ര ഗുണം ലഭിച്ചു എന്ന് വരുന്നതല്ല. നിങ്ങൾക്ക് ഭക്ഷ്യ വിഷബാധ ഏൽക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശത്ത് പോകാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നുണ്ട്. തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ക്രയവിക്രയത്തിൽ വസ്തു അല്ലെങ്കിൽ മറ്റു വാഹനം ക്രയവിക്രയത്തിൽ നിങ്ങൾക്ക് ലാഭം പ്രതീക്ഷിക്കാം. മാതാവിന് അസുഖങ്ങൾ വരികയും മാതാവിന് മെന്റൽ സ്ട്രെസ് നല്ലതുപോലെ അനുഭവിക്കുകയും അതുമൂലം നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. കിട്ടാനുള്ള പണം ലഭിക്കുന്നതാണ്. യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നതാണ്. സെക്കൻഡ് മാരേജ് വിചാരിക്കുന്നവർക്ക് അതിനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് വിജയിക്കുന്നതും വാഹനം മാറ്റി വാങ്ങാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ധാരാളം പണം നിങ്ങൾക്ക് ചെലവ് വരുന്നതും ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടാകുകയും പോലീസ് കേസിലേക്ക് എത്താനുള്ള സാധ്യതയും അത് മൂലം ഉണ്ടാകുന്നുണ്ട്. ചോതി നക്ഷത്രക്കാർക്ക് പുതിയ ഗ്രഹത്തിൽ താമസം തുടങ്ങാനുള്ള ഒരു കാലം കൂടിയാണ് 2021. പാർട്ട്ണർഷിപ്പ് ബിസിനസ് വേർപിരിഞ്ഞ് അവരവരുടെ ഷെയറൊക്കെ വാങ്ങിച്ച് പരസ്പരം എല്ലാവരും പിരിഞ്ഞു പോകുന്നതാണ്. പല പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് നിങ്ങൾ തന്നെ അതിന് പരിഹാരം കണ്ടുപിടിക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾ ഗ്രഹനില പരിശോധിച്ച് ദശാനാഥൻ നിങ്ങൾക്ക് അനുകൂലമാണോ, അതിന്റെ അപഹാരം നിങ്ങൾക്ക് ദോഷമാണോ എന്ന് നോക്കിയിട്ട് അതിന് വേണ്ട വഴിപാടുകൾ യഥാവിധി ചെയ്തു പോന്നാൽ നിങ്ങൾക്ക് കുറെ ദോഷകാഠിന്യങ്ങൾ കുറഞ്ഞിരിക്കുന്നതാണ്. ബിസിനസ്സിൽ നിങ്ങൾക്ക്
നിങ്ങൾക്ക് പണം മുടക്കിയിട്ട് ലാഭം ഉണ്ടാക്കാമെന്ന ചിന്തയോടുകൂടി നിങ്ങൾ ബിസിനസ്സിൽ കൊണ്ടുപോയിട്ട് കുറെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. സാമ്പത്തിക നില ഉയരുന്നതാണ്. സാമ്പത്തിക നില വലിയ മോശമില്ലാത്ത രീതിയിൽ ഉണ്ടാകുന്നതാണ്. പഴയ വീട്, അതായത് പണ്ടത്തെ വീടുകളൊക്കെ കിട്ടിയിട്ടുള്ളവർ ആ പഴയ വീടൊക്കെ പൊളിച്ച് ഒന്ന് റെനോവേറ്റ് ചെയ്ത് പുതിയ വീടാക്കി താമസിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നതാണ്. വിവാഹം നിശ്ചയം നടക്കും. യുവജനങ്ങളുടെ വിവാഹ നിശ്ചയത്തിന് വരെ എത്തുന്നതും വിവാഹ നിശ്ചയം നടക്കുന്നതാണ്. കുടുംബത്തിൽ പങ്കാളിയുമായിട്ടുള്ള പിണക്കത്തിന് സാധ്യതകൾ കാണുന്നു. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ കലഹങ്ങളോ മറ്റ് സാധ്യതകളോ ഉള്ളത് കൊണ്ട് എപ്പോഴും ഒരു ശ്രദ്ധ, ഒരു ജാഗ്രത അത്യാവശ്യമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് കുടുംബ സ്വത്ത്, പഴയ സ്വത്ത്, പൂർവിക സ്വത്ത് വിൽപ്പനയ്ക്ക് തയ്യാറാവുകയും മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നിങ്ങൾ പുനരാരംഭിക്കുകയും വീടിന്റെ പണിയൊക്കെ പുനരാരംഭിക്കുകയും അതിൽ നിങ്ങൾക്ക് വീണ്ടും താമസം തുടങ്ങാൻ സാധിക്കുകയും ചെയ്യും. മനസ്സിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന ഒരു അവസ്ഥ വിശേഷം വരുന്നുണ്ട്. ആത്മീയമായ കാര്യങ്ങളിൽ മുഴുകി മനസ്സിന് സമാധാനം കിട്ടേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക. ആഗ്രഹ നിവൃത്തിക്ക് വളരെ കൂടുതൽ അശ്രാന്ത പരിശ്രമം തന്നെ വേണ്ടിവരും. ആഗ്രഹ നിവൃത്തി നടക്കുന്നതിന് വേണ്ടിയിട്ട് ഓഹരികളിൽ നിന്ന് നേട്ടം, ഷെയറുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നേട്ടം പ്രതീക്ഷിക്കാം. മനസ്സ് സദാ വ്യാകുലപ്പെടുന്ന അവസ്ഥയാണ് കാണുന്നത്. ധനവ്യയവും വന്നു കൂടുന്നതുണ്ട് ഈ ഒരു വർഷക്കാലം. പൂർവിക സ്വത്തില് തർക്കങ്ങൾ ഉണ്ടാകാം. കുടുംബത്തില് പുരോഗതി, സന്തോഷം എന്നിവയും വന്നു ചേരുന്നുണ്ട്. അനിഴം നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളിലും ധീരമായ ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നുണ്ട്. കടം കൊടുത്ത പണം നിങ്ങൾക്ക് പലിശ സഹിതം ചിലപ്പോൾ തിരിച്ച് ലഭിക്കാനുള്ള സാധ്യതകൾ വരുന്നുണ്ട്. നേരത്തെ കൊടുത്തു വെച്ച പണമൊക്കെ പലിശ സഹിത ആളുകൾ തിരിച്ചു തരും. കർഷകർക്ക് അവരുടെ കൃഷിയിൽ നിന്ന് ആദായം, കർഷകർക്കും അവരുടെ കൃഷിയിൽ നിന്ന് ആദായം ലഭിക്കുന്നതാണ്. പല കാര്യങ്ങളിലും പൂർണ്ണമായ വിജയം ഉണ്ടാകുന്നതാണ്. വീട് വിട്ട് താമസിക്കേണ്ട ഒരു സാഹചര്യവും വന്നു ചേരുന്നുണ്ട്. പുതിയ സംരംഭം തുടങ്ങാനും ഇടയുണ്ട്. സ്വതന്ത്രമായ ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം ഈ ഒരു വർഷക്കാലം നല്ല ഗുണം ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ നടപ്പിലാകുന്നതോടുകൂടി നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രശസ്തിയും പേരും പെരുമയും ഒക്കെ ലഭിക്കുന്നതാണ്. ബിസിനസ്സുകാർക്ക് ആരോഗ്യത്തിന് ദോഷം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ ഗുണാധിക്യം കിട്ടുന്നതിന് വേണ്ടി യഥാവിധി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി യന്ത്ര സഹിതം നിങ്ങൾ പൂജാ പരിഹാരങ്ങളൊക്കെ ചെയ്ത് ശരീരത്തിന് ഒരു രക്ഷാ കവചമായിട്ട് പൂജകളൊക്കെ ചെയ്ത് രക്ഷാകവചമായിട്ട് യന്ത്രം ധരിക്കേണ്ടതാണ്. അനിഴ നക്ഷത്രക്കാർക്ക് ജാതകത്തിൽ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ ഇപ്പൊ ജാതകത്തിലെ ദശാനാഥൻ അതിനെ നോക്കിയിട്ട് ആ ദശാനാഥൻ നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധ അത്യാവശ്യമാണ്. തൃക്കേട്ട നക്ഷത്രം പട്ടാളം, പോലീസ് എന്ന വിഭാഗങ്ങളിലുള്ളവർക്ക് പ്രമോഷന് സാധ്യത കാണുന്നുണ്ട്. ഒപ്പം തന്നെ പല കാര്യങ്ങളിലും ഒരു ബന്ധനം, അതായത് പല ഇതിലും നിങ്ങളെ പിടിച്ചു നിർത്തിയിരിക്കുന്ന പോലെയുള്ളൊരവസ്ഥ, ഒന്നിനും നമുക്ക് മുന്നോട്ടിറങ്ങാൻ പറ്റാതെ നിങ്ങളെ അതിലേക്ക് പുറകോട്ട് വലിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് സംജാതമാകുന്നുണ്ട്. സ്ഥലം മാറ്റമോ സ്ഥാനഭ്രംശമോ ഒക്കെ നിങ്ങൾക്ക് സംഭവിക്കാം. ആയതുകൊണ്ട് നിങ്ങൾ അതിന് വേണ്ട പരിഹാരങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ച് വഴിപാടുകളോ പൂജകളൊക്കെ ചെയ്ത് നിങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് അതിന് യഥാവിധിയുള്ള മന്ത്രങ്ങളൊക്കെ ജപിച്ച് അതുപോലെ തന്നെ നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറ്റി വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. അനുഭവയോഗ്യമല്ല എന്ന് വരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവത്തിലേക്ക് വരുന്നതിന് പ്രാർത്ഥന, ഈശ്വരാധീനം, ഈശ്വരാനുഗ്രഹം വളരെ അത്യാവശ്യമാണ്. സമാധാനവും സന്തോഷവും പൊതുവെ ഉണ്ടാകുന്നതാണ്. വാഹനവുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് വർക്ക് ഷോപ്പുകൾ തുടങ്ങാനും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കൈവരുന്നതാണ്. വാഹനാപകടം ഉണ്ടാകാതെ സൂക്ഷിക്കുക. ഒരു വാഹനാപകടത്തിന് സാധ്യത കാണുന്നു. ധ്യാനം, യോഗ, മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുരോഗതി, ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് ഒരു പുരോഗതി കാണുന്നുണ്ട്. മൂലം നക്ഷത്രം ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും. പുതിയ വാഹനം വാങ്ങിക്കാനും പുതിയ വാഹനത്തിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാനൊക്കെ ഉള്ള ഒരു യോഗം വരുന്നുണ്ട്. ബിസിനസ്സിൽ നല്ല അഭിവൃദ്ധിയും അതിൽ നിന്ന് നിങ്ങൾക്ക് ആദായവും ലഭിക്കുന്നതാണ്. സർക്കാർ സർവീസിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം കാണുന്നുണ്ട്. ഈ സർവീസിൽ PSCയോ മറ്റു കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നവർക്ക് അതിനുള്ള ഒരു യോഗവും കൂടെ വന്നു ചേരുന്നുണ്ട്. യുവജനങ്ങളുടെ വിവാഹം നടക്കുന്നതാണ്. കൂട്ടുകച്ചവടത്തിൽ നിന്ന് നിങ്ങൾക്ക് വ്യാപാരം ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. ഗ്രഹോപകരണങ്ങൾ വാങ്ങിക്കുകയും ഗ്രഹോപകരണങ്ങൾ ലഭിക്കുകയും സമ്മാനമായിട്ട് ലഭിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. സാമ്പത്തിക നില പൊതുവെ നിങ്ങൾക്ക് ഭദ്രമായിരിക്കും. ചെയ്യാത്ത കാര്യത്തിന് പഴി കേൾക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഈ ഒരു വർഷക്കാലത്തിന്. അതുകൊണ്ട് അപവാദം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് തക്കതായ വഴിപാടുകളോ പരിഹാരങ്ങളോ പ്രാർത്ഥനകളോ മന്ത്രങ്ങളോ ഒക്കെ നിങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുക. അപവാദം കേൾക്കാതിരിക്കാനുള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ജപിച്ചോളൂ. അല്ലെങ്കിൽ വെറുതെ ആവശ്യമില്ലാതെ പഴി കേൾക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പൂരാട നക്ഷത്രം പൊതുവെ ഈ
നക്ഷത്രക്കാർക്ക് ഊർജ്ജസ്വലത കൂടിയിരിക്കുന്ന ഒരു കാലമാണ് ഈ വരുന്ന 2021. വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കുന്നതാണ്. വാഹനങ്ങളില് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ അത്യാവശ്യമാണ്. ജോലി ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടുന്നതാണ്. ആഗ്രഹം സാധിക്കുന്ന, പുതിയതായിട്ട് ജോലിക്ക് കയറണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കുന്നതാണ്. ധനാഗമം, ധനത്തിന് ഒരു വരവ്, ഒരു പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ധനാഗമം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. കിട്ടാനുള്ള പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ്. ആരെങ്കിലും പണം വാങ്ങിച്ചിട്ട് കിട്ടുന്നില്ല, തരുന്നില്ല എങ്കിൽ അത് തിരിച്ചു ലഭിക്കുന്നതാണ്. ഓപ്പറേഷൻ ആവശ്യമായിട്ട് സ്ത്രീകൾക്ക് ഗർഭാശയ സംബന്ധമായിട്ട് ഒരു ഓപ്പറേഷന് സാധ്യതകൾ വന്നു ചേരുന്നുണ്ട്. പുതിയ പദവികൾ കിട്ടാനോ അതുമായിട്ട് കൂടുതൽ സാധ്യതകളും കാണുന്നുണ്ട്. കുടുംബങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും നിയന്ത്രണവും ചെലുത്താം. ക്രിയാവിക്രയത്തിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടം പ്രതീക്ഷിക്കാം. തൊഴിൽ തർക്കം രമ്യമായിട്ട് പരിഹരിക്കപ്പെടുന്നത് അത്യാവശ്യമാണ്. ഉത്രാടം നക്ഷത്രം തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ആദായം ലഭിക്കും. ഓഹരി വിപണിയിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകാം. ചെലവ് അധികരിക്കുകയും സാമ്പത്തിക നില തൃപ്തിപ്പെടുന്നതുമാണ്. വീട് പുതുക്കി പണിയാനോ പഴയ വീട് പുതുക്കി പണിയുന്നതിനോടൊപ്പം പുതിയ വിഗ്രഹം വാങ്ങാനോ ഉള്ള ഒരു യോഗവും വന്നു ചേരുന്നുണ്ട്. കോടതി വിധികൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ്. അനാവശ്യമായിട്ട് കടബാധ്യതകൾ വരുത്തി വയ്ക്കരുത്. അവനവന്റെ ശ്രദ്ധ കൊണ്ടല്ലാതെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. മനസ്സ് സദാസമയവും വ്യാകുലപ്പെടുന്നതും, പല കലാകാരന്മാർക്കും മറ്റുള്ളവർക്കും നിങ്ങൾക്ക് റോയൽറ്റി മൂലം നിങ്ങൾക്ക് പണം ലഭിക്കുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ വന്നു ചേരുന്നുണ്ട്. ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും. തിരുവോണം നക്ഷത്രം ശാരീരികമായിട്ട് അസ്വസ്ഥതകളും രോഗാവസ്ഥയും നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ഗുരു തുല്യരായവരുടെ വിയോഗം മനസ്സിനെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ബിസിനസ്സിൽ നിങ്ങൾക്ക് ധാരാളം പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരികയും അതിനനുസരിച്ചൊരു ആദായവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. തൊഴിൽ രഹിതർക്ക് ജോലി കിട്ടുകയും സർക്കാർ ജോലി കാത്തിരിക്കുന്നവർക്ക് സർക്കാർ ജോലിക്ക് യോഗം കാണുന്നുണ്ട്. കച്ചവടത്തിൽ നിങ്ങൾക്ക് നേട്ടം പ്രതീക്ഷിക്കാം. കലാകാരന്മാർക്ക് ഇതുവരെയുള്ള ആ സമയദോഷമൊക്കെ മാറി കാലം അനുകൂലമായി വരുന്നതാണ് കാണുന്നത്. ബാങ്ക്, റവന്യൂ വകുപ്പിൽ ജോലി കിട്ടാൻ വേണ്ടി പണം ഡെപ്പോസിറ്റ് ചെയ്ത് ജോലി വാങ്ങേണ്ട ഒരു സാധ്യതകളാണ് വന്നു ചേരുന്നത്. അവിട്ട നക്ഷത്രക്കാർക്ക് 2021 ജാനുവരി മാസത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. ബിസിനസ് ആസൂത്രണം ചെയ്യുകയും പുതിയ ബിസിനസ് ആസൂത്രണം ചെയ്യുകയും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പണവും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. പണം ഇൻവെസ്റ്റ് ചെയ്ത് പുതിയ ബിസിനസ് ഒക്കെ ആരംഭിക്കുന്നത് കൊണ്ട് കൂടുതൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വ്യവഹാരങ്ങളിൽ നിങ്ങൾക്ക് കുടുംബത്തിലെ വ്യവഹാരങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് അതിന് അനുകൂലമായ വിധി ഉണ്ടാകുമെങ്കിലും അതിനെക്കുറിച്ച് ഓർത്ത് മനസ്സ് എപ്പോഴും ഇങ്ങനെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കും. മനസ്സെപ്പോഴും ദുഃഖ അവസ്ഥയിലായിരിക്കും അതിന്റെ ഒരു തീരുമാനം അറിയുന്നത് വരെ. ഭൂമി, വാഹനം ഇവ വിൽപ്പന നടക്കാം. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ നല്ല മാർക്കും അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് അവർക്ക് സാധ്യതകൾ വന്നു ചേരുന്നുണ്ട്. സാമ്പത്തിക നിലയിൽ നല്ല വർധനവ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധ്യത കാണുന്നു. കരൾ രോഗമുള്ളവർക്ക് വിദഗ്ധ ചികിത്സ വളരെ അത്യാവശ്യമാണ്. വിദഗ്ധ ചികിത്സയ്ക്ക് നിങ്ങൾ നേരത്തെ തന്നെ തയ്യാറെടുക്കേണ്ടതാണ്. വ്യവസായ രംഗത്ത് അഭിവൃദ്ധിയും നല്ലതുപോലെ ഉണ്ടാകുന്നുണ്ട്. ചതയ നക്ഷത്രക്കാർക്ക് വ്യവസായം തുടങ്ങാൻ അവസരം വന്നു ചേരുന്നതാണ്. പുതിയ വീട് വാങ്ങിക്കുകയോ പുതിയ എഗ്രിമെന്റുകൾ ഒപ്പുവെക്കുകയോ ഗൃഹപ്രവേശം നടത്തുകയോ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പല പ്രശ്നങ്ങളും മധ്യസ്ഥ മൂലം പരിഹരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ദൈവാധീനം നല്ലതുപോലെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നാഗദോഷത്തിനും മറ്റുമായിട്ടുള്ള പരിഹാര പൂജകൾ നടത്തേണ്ടതും അതുമൂലം മറ്റുള്ളവർക്ക് നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുമാണ്. പട്ടാളം, പോലീസ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രമോഷന് സാധ്യത കാണുന്നു. ഈ വർഷം മധ്യത്തോടുകൂടി നിങ്ങളുടെ പൊതുപ്രവർത്തകർക്ക് ജനമധ്യത്തിൽ അംഗീകാരവും നേതൃസ്ഥാനത്തേക്കും ഉയർത്തപ്പെടാനുള്ള ഒരു സാഹചര്യവും സംജാതമാകുന്നുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. വിദേശത്തുള്ളവര് ധാരാളം പണം ലഭിക്കാനിടയുണ്ട്. നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത രീതിയിൽ അപ്രതീക്ഷിതമായൊരു ധനം നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. അത് ആശയങ്ങൾ രൂപം കൊള്ളുകയും മനസ്സിലുണ്ടാകുന്ന ആശയങ്ങൾ രൂപം കൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ്. പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് ലോണുകളോ മറ്റോ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടാത്തവർക്ക് ഈ ഒരു വർഷക്കാലം അത് കിട്ടുന്നതാണ്. അത് കിട്ടാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. സാമ്പത്തിക സ്ഥിതി പൊതുവെ ഭദ്രമായിരിക്കും. ധനാഗമം കാണുന്നുണ്ട്. ബിസിനസ്സിലെ പാർട്ട്ണർഷിപ്പ് മുഖേന നിങ്ങൾക്ക് നേട്ടമുണ്ടാകാം. ഏർപ്പെടുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുകയും അതിൽ നിങ്ങൾക്ക് വൻ വിജയം പ്രതീക്ഷിക്കുകയും ചെയ്യാം. വീട്ടിലുള്ള ഓരോ അംഗങ്ങളുമായിട്ട് കലഹത്തിനുള്ള സാധ്യതയുള്ളത് കൊണ്ട് എപ്പോഴും നിങ്ങളുടെ വാക്കുകൾ സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കുക. വാക്കുകൾ കൊണ്ട് വല്ല ഉപദ്രവവും ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്.
ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിക്കും. നിങ്ങൾ ബിസിനസ് ഇപ്പോൾ വേണ്ട, ഇനിയിപ്പോൾ നിർത്തിയേക്കാം എന്ന് വിചാരിച്ച് അതിൽ നിന്ന് മാറി നിൽക്കാൻ, വിട്ടു നിൽക്കാൻ നിങ്ങൾ തീരുമാനിക്കും. അനാവശ്യ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച മനസ്സ് എപ്പോഴും വ്യാകുലതപ്പെടുന്ന ഒരു അവസ്ഥയായിരിക്കും. ചിന്തകൾ നിങ്ങളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. പണം മുടക്കി സർക്കാർ സർവീസിലോ ഒക്കെ ജോലി കിട്ടാൻ വേണ്ടി പണം മുടക്കി ജോലിക്ക് കയറേണ്ടത് ആവശ്യങ്ങൾ വരുന്നുണ്ട്. വീട് മോടി പിടിപ്പിക്കുക, ഗ്രഹം പണിത് താമസിക്കുക, ഇതൊക്കെ സാധിക്കുന്നുണ്ട്. ഉത്രട്ടാതി നക്ഷത്രം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നല്ല പുരോഗതി പ്രതീക്ഷിക്കാം. ഇവർക്ക് വ്യാഴം അനുകൂലമായതുകൊണ്ട് എല്ലാ രംഗങ്ങളിലും വിജയം നേടാൻ സാധിക്കുന്നതാണ് ഈ ഒരു വർഷക്കാലം. അനാവശ്യമായ ഉത്കണ്ഠ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. എല്ലാ രംഗത്തും ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ജോലി, തൊഴില്, ഇതിലൊക്കെ ഇവർക്ക് വലിയ അനുഭവ സമ്പത്ത് തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഉദ്യോഗത്തിൽ ഇവർക്ക് ആവശ്യപ്പെടുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റമോ മറ്റ് ഗുണഗണങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലാവസ്ഥയാണ് വരുന്നത്. കർമ്മത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതാണ്. നല്ല കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ശത്രുക്കളെ വിജയിക്കാൻ സാധിക്കുന്നതാണ്. കുടുംബസഹിതം വിനോദയാത്രകൾ പോവുകയും പണച്ചെലവ് അതുമൂലം അധികരിക്കുന്നതുമാണ്. സിനിമാക്കാര്, രാഷ്ട്രീയക്കാര് ഇവർക്കൊക്കെ നല്ല സമയം കൂടിയാണ്. വ്യാപാരത്തിൽ പൊതു നേട്ടം പ്രതീക്ഷിക്കാം നിങ്ങൾക്ക്. രേവതി നക്ഷത്രക്കാർക്ക് വീട്, വാഹനം ഇവയ്ക്ക് റിപ്പയർ ആവശ്യമായി വരും. വിവാഹാലോചനകൾ മുടങ്ങിപ്പോകാനിടയുണ്ട്. വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വർഷ അവസാനത്തോടുകൂടി യുവജനങ്ങളുടെ വിവാഹം നടക്കുന്നതാണ്. ബിസിനസ് ആരംഭിക്കുമെങ്കിലും പെട്ടെന്ന് നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലൊരു സാമ്പത്തിക ഉന്നമനത്തിലേക്ക് എത്തുന്നതിന് കുറച്ച് കാലതാമസം നേരിടുന്നതാണ്. വിദ്യാഭ്യാസത്തിൽ നിങ്ങൾക്ക് നല്ല പുരോഗതി പ്രതീക്ഷിക്കാം. വിദേശ യാത്രാ യോഗം കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും അംഗീകാരം ലഭിക്കുന്നതാണ് നിങ്ങൾക്ക്. പൊതുജനങ്ങളെ സേവിക്കുന്നവർ നേതാവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നതാണ്. ചില അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നതാണ്. പുണ്യക്ഷേത്രങ്ങളോ പുണ്യസ്ഥലങ്ങളോ സന്ദർശിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഉദ്ദേശിച്ചതിലധികം ചിലവ് വന്നു കൂടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കേസ്, വ്യവഹാരം ഇതിലൊക്കെ നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം. ബന്ധുക്കളിൽ നിന്ന് പല വിഷമതകളും നിങ്ങൾക്ക് അനുഭവപ്പെടേണ്ടതായിട്ട് വരുന്നുണ്ട്. സാമ്പത്തിക നില വളരെ തൃപ്തികരമായിരിക്കും. പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടത്ര സഹായം ലഭിക്കുന്നതല്ല. എല്ലാവർക്കും 2021 വർഷക്കാലത്തെ ആശംസകൾ.